എന്റെ ഈ കയ്യിലിരിക്കുന്ന കാന്താരി വെച്ചിട്ട് ഒരു അടിപൊളി ഒരു ഐറ്റം ഉണ്ടാക്കാന്നും പറഞ്ഞിരുന്നതാണ് കേട്ടോ. പക്ഷെ നടന്നില്ല. കുറച്ച് കാന്താരി, കുറച്ച് കറിവേപ്പില, പിന്നെ നാരങ്ങ, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വെച്ചിട്ടായിരുന്നേ. അപ്പോൾ ഈ കാന്താരി പറിക്കാൻ ചെന്നപ്പോൾ കണ്ട ഭയങ്കര വിഷമം ഉണ്ടാക്കുന്ന ഒരു കാര്യമായിരുന്നു കേട്ടോ. കാരണം കാന്താരിയുടെ പഴുത്തതും പച്ചയും കുഞ്ഞ് കുഞ്ഞ് ഇതൊക്കെ കാന്താരി മുളക് അതിൽ നിപ്പുണ്ടായിരുന്നു. പക്ഷെ അതിന്റെ ഇലകളൊന്നും കാണാനില്ലായിരുന്നു കേട്ടോ. മുഴുവനും പുഴു അങ്ങ് കഴിച്ചു തീർത്തിട്ടുണ്ടായിരുന്നേ. അതുപോലെ തന്നെയായിരുന്നു ഈ കറിവേപ്പിന്റെ അവസ്ഥ. കറിവേപ്പ് ഫുള്ളും പുഴു കഴിച്ച് തീർത്തിട്ടുണ്ടായിരുന്നു. പിന്നെന്ന് പറയുന്നത് മഴ സമയത്താണ് ഒരുപാട് പുഴുക്കൾ കയറി ഇതങ്ങ് നശിപ്പിച്ചു കൊണ്ടുവരുന്നത്. അപ്പോൾ ഇതിനിടയിൽ തന്നെ നമുക്ക് പാവയ്ക്ക കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പാവയ്ക്ക നല്ലതുപോലെ കയ്പ്പൻ പാവയ്ക്ക കേട്ടോ, അങ്ങനെ വേണമെങ്കിൽ പറയാം. അപ്പോൾ നല്ലതുപോലെ നമുക്ക് പന്തൽ വിരിച്ചു കൊടുക്കാൻ പറ്റി. അപ്പോൾ അതിനനുസരിച്ച് വിളവും നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നേ. ഒത്തിരി അങ്ങ് കായ്ച്ച് നല്ല ഒത്തിരി ഒത്തിരി പാവയ്ക്ക ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഇന്നത്തേക്ക് നമ്മൾ 2 മാത്രമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ ആവശ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഇന്ന് 2 മാത്രമേ എടുക്കുന്നുണ്ടായിരുന്നുള്ളൂ. കാരണം ഇവിടെ അച്ഛനും അമ്മയ്ക്കും മാത്രം വേണ്ടിയിട്ടാണ് ഈ പാവയ്ക്ക വെക്കാറുള്ളത്. കാരണം ഞാൻ ചേട്ടൻ എൻ്റെ അടുത്ത് പോലും പോകാറില്ല. പക്ഷെ ഇതിന്റെ വിത്ത് ഉണ്ടല്ലോ, ഇത് പഴുത്ത് കഴിഞ്ഞിട്ട് അതിന്റെ വിത്ത് കഴിക്കാനായിട്ടാണെങ്കിൽ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. കുഞ്ഞുനാളിൽ അമ്മ ആ വിത്ത് എടുത്തിട്ട് ആ മാംസളമായ ഭാഗം ഉണ്ടല്ലോ, ആ വിത്ത് എടുത്തിട്ട് പ്ലേറ്റിൽ ഇങ്ങനെ വെച്ച് തരും. അപ്പൊ നമ്മൾ ആ ഭാഗം ഇങ്ങനെ കഴിച്ചിട്ട് സീഡ് മാത്രം വെക്കും. അപ്പോൾ അത് ഭയങ്കര ഇഷ്ടമാണ്. പാവയ്ക്ക് പഴുത്തു കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ പച്ചയ്ക്ക് ഇതിനെ വിഴുക്ക് വരട്ടി കഴിക്കാനോ അങ്ങനെയൊന്നും ഇഷ്ടമല്ല കേട്ടോ. പിന്നെ ഈ ഉണക്കി വെച്ചിട്ട് കഴിക്കുമല്ലോ, അതും നാരങ്ങ കിട്ടാത്തത് കാരണം പിന്നെ നമ്മൾ പുളിഞ്ചിക്കയിൽ ഒതുക്കി കേട്ടോ. ഈ പുളിഞ്ചിക്ക കപ്പയും മീനും അല്ലെങ്കിൽ ചക്കയും മീനും ആ ഒരു കോംബോയില് നമ്മൾ ഈ അച്ചാറും കൂടെ കൂട്ടി കഴിക്കണം കേട്ടോ. പിന്നെ കുറച്ച് പൊരിച്ച മീനും കൂടെ, അതും കൂടെ ആകുമ്പോൾ ഭയങ്കര രുചിയായിരിക്കും. അപ്പൊ എനിക്ക് ആ ഒരു കോംബോ ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങൾക്ക് ഇഷ്ടമാണോ? അപ്പൊ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ, സീ യു.